ഇന്ന് ലോകത്തെ 4 ലക്ഷത്തിലധികം പേരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കിരീടം വെച്ച് വാഴുന്ന SARS-CoV-2 പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സാക് വ്ലോഗ്സ്. SARS-CoV-2 എന്ന് കേട്ടപ്പോൾ പലർക്കും ആശ്ചര്യം തോന്നി കാണുമല്ലേ? കൊറോണ വൈറസിന്റെ ഫാമിലി പെടുന്നതാണ് SARS-CoV-2. സാർസ് എന്ന് വെച്ചാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. ഈ വൈറസാണ് ഇന്ന് ലോകം മുഴുവൻ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം കിരീടം എന്നാണ്. ഇതിന്റെ സർഫസിൽ കാണുന്ന മുള്ളുകൾ പോലുള്ള സ്ട്രക്ചറുകൾ കാരണമാണ് ഈ വൈറസിന് കൊറോണ എന്ന പേര് നൽകാൻ കാരണം. കൊറോണ പടർത്തുന്നത് അഥവാ COVID-19 എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷ്യസ് പെൻഡമിക് ഡിസീസ് ആണ്. ഈ വൈറസ് മെയിനായിട്ട് നമ്മുടെ ത്രോട്ടിനെയും ലെൻസിനെയുമാണ് ബാധിക്കുന്നത്. കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്? COVID-19 കാരണം എങ്ങനെയാണ് ന്യൂമോണിയ ഉണ്ടാകുന്നത്? എന്തൊക്കെ മാർഗത്തിലൂടെ അഥവാ എങ്ങനെ നമുക്ക് കൊറോണ വൈറസിനെ തടയാം? ഒരിക്കൽ ലോകത്തിന്റെ ശ്രദ്ധ മൊത്തം ആകർഷിച്ചിരുന്ന കേരളം ഇപ്പോൾ കോവിഡിനെ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഇത് കാണുക. കൊറോണ വൈറസിന് റിപ്രൊഡ്യൂസ് ചെയ്യാനും അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനും അതിനൊരു ലിവിങ് സെല്ല് വേണം. ഒരു സിംഗിൾ കൊറോണ വൈറസിനെ എടുത്ത് അതിന്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ കാണുന്ന കോറിലാണ് കൊറോണ വൈറസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള ജനറ്റിക് മെറ്റീരിയൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റീവ് ലെയറായി ആക്ട് ചെയ്യാനായി ഒരു ഹാർഡ് പ്രോട്ടീൻ ഷെല്ലുണ്ട്. ഈ പറഞ്ഞ ഷെല്ലാണ് ഈ വൈറസുകളെ അറ്റ്മോസ്ഫിയറിൽ ട്രാവൽ ചെയ്യുമ്പോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഈ കാണുന്നത് പോലെ ഒരു ഔട്ടർ എൻവലപ്പ് ഉണ്ട്. ഈ എൻവലപ്പാണ് നമ്മുടെ സെൽസുമായി മെർജ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ കാണുന്ന എൻവലപ്പിലാണ് മുള്ളുകൾ പോലുള്ള പ്രോട്ടീൻ്റെ സ്ട്രക്ചറുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ട്രക്ചറുകളാണ് നമ്മുടെ സെൽസുമായി അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. ഈ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കൊറോണ വൈറസിന്റെ സ്പൈക്സ് ഒരു കീ പോലാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പൈക്സും റിസപ്റ്റർ മോളിക്യൂൾസുമായിട്ട് ചേർന്നാണ് നമ്മുടെ ബോഡിയുടെ സെൽസിനെ അൺലോക്ക് ചെയ്യുന്നത്. ഈ വൈറസുകൾ നമ്മുടെ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മുടെ ഇന്റേണൽ സെൽ ഓർഗൻസിനെ റീപർപ്പസ് ചെയ്യും. റീപർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിൻ്റെതായ ഫംഗ്ഷനിൽ നിന്ന് മാറ്റിക്കൊണ്ട് വൈറസുകളെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എൻവയോൺമെന്റ് സെല്ലിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഒരു ഇൻഫെക്റ്റഡ് ആയ പേഴ്സൺ സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വൈറസിനെ ക്യാരി ചെയ്തുകൊണ്ടുള്ള ബോഡി ഫ്ലൂയിഡ് അഥവാ ഡ്രോപ്ലെറ്റ്സ് മൂക്കിലോ വായിലൂടെയോ നമ്മുടെ ബോഡിക്കുള്ളിൽ കയറും. ഈ പറഞ്ഞ വൈറസുകൾ നമ്മുടെ ബോഡിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം നമ്മുടെ ത്രോട്ടിനെയോ ലെൻസിനെയോ ഇത് അഫക്റ്റ് ചെയ്യും. സാധാരണ ഒരു ടിപ്പിക്കൽ വൈറസ് ആണെങ്കിൽ ഒരു സാക്കിൽ കൂടെയാണ് സെല്ലിന്റെ സെൻട്രായ ന്യൂക്ലിയസിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ കൊറോണ വൈറസിനെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഈ വൈറസിന് സെല്ലിന്റെ സെൻട്രായ ന്യൂക്ലിയസിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. പകരം സെല്ലിനുള്ളിൽ കാണുന്ന റൈബോസോംസുമായിട്ട് ചേർന്നാണ് ഈ വൈറസ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ പറയുന്ന റൈബോസോംസ് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽസിനെ എൻകോഡ് ചെയ്തുകൊണ്ട് വൈറസ് പ്രോട്ടീൻസുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ റൈബോസോംസ് ഉണ്ടാക്കിയ വൈറൽ പ്രോട്ടീനുകളാണ് പിന്നീട് പുതിയ പുതിയ കൊറോണ വൈറസിന്റെ സ്പൈക്കുകളായി മാറുന്നത്. ഈ പറഞ്ഞ സ്പൈക്സുകൾ പിന്നീട് സെല്ലിന്റെ ഔട്ടർ ലെയറിലേക്ക് കൊണ്ടുപോയിട്ടാണ് പുതിയ പുതിയ കൊറോണ വൈറസായി രൂപപ്പെടുന്നത്. ഇങ്ങനെയാണ് ഒരു വൈറസിൽ നിന്ന് കോടിക്കണക്കിന് വൈറസുകൾ ജനിക്കുന്നത്. അങ്ങനെ ബോഡി മുഴുവൻ ഈ വൈറസ് സ്പ്രെഡ് ആകുന്നു. ഇങ്ങനെ വൈറസ് സ്പ്രെഡ് ആകുമ്പോൾ എങ്ങനെയാണ് ന്യൂമോണിയയുടെ സിംറ്റംസ് കാണിക്കുന്നത്? ഇതിന് നമ്മുടെ ലെൻസിലേക്ക് നമുക്ക് നോക്കേണ്ടി വരും. എല്ലാ ലെൻസിനും സെപ്പറേറ്റ് ആയി ലോബ്സുകൾ ഉണ്ടാകും അഥവാ അറകളുണ്ടാകും. ഇനിയും പറയാൻ പോകുന്നത് കുറച്ച് മെഡിക്കൽ ടേംസ് ആണ്. അത് ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് പറയാം. സാധാരണ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എയർ നമ്മുടെ ട്രക്കിയ അഥവാ വിൻ പൈപ്പിലൂടെ കയറി വലിയ ട്യൂബുകളായ ബ്രോങ്കിയസ് വഴി ചെറിയ ട്യൂബുകളായ ബ്രോങ്കിയോൾസിലൂടെ ചെറിയ സാക്കുകളായ ആൽവിയോളയിൽ എത്തിച്ചേരുന്നു. ആൽവിയോളയിലുള്ള എയർവേസ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിളും സ്പ്രിംഗ് ആക്ഷനും ഉള്ളതാണ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഒരു ബലൂൺ പോലെ ഇത് വീർക്കുകയും നമ്മൾ എക്സെയിൽ ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങുകയും ചെയ്യും. ഈ ആൽവിയോളൈ ഒരു കാപ്പിലറി ട്യൂബ്സ് കൊണ്ടാണ് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാപ്പിലറി ട്യൂബ്സ് ആണ് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുകയും ബ്ലഡിലുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സെയിൽ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ജംസിനെയും മൈക്രോ പാർട്ടിക്കിൾസിനെയും എല്ലാം
വിൻപൈപ്പിലുള്ള മ്യൂക്കസ് ക്യാച്ച് ചെയ്യും. നമ്മുടെ ബോഡിയിലുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സായ സീലിയ ഈ മ്യൂക്കസിനെ കഫിലൂടെയൊക്കെ പുറന്തള്ളും. ഇതിനും പുറമെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും അതിനെ പുറന്തള്ളുകയും ചെയ്യും. പക്ഷെ കൊറോണ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ബ്രോങ്ക്യൂൾസും ആൽവിയോളൈസും ഇൻഫ്ലേറ്റ് ആകും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറസിനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഈ പറഞ്ഞ ഇൻഫ്ലമേഷനിൽ ഫ്ലൂയിഡുകൾ വന്ന് നിറയും. ഇങ്ങനെയാണ് ഒരു ന്യൂമോണിയ കൊറോണ വൈറസ് കാരണം ഫോം ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പോർഷനിലുണ്ടാകുന്ന ഈ ന്യൂമോണിയ പിന്നീട് ലങ്സ് മൊത്തമായി വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ ബ്രീത്തിങ്ങിലുണ്ടാകുന്ന ഡിഫിക്കൽട്ടി, ചെസ്റ്റ് പെയിൻ, കഫ്, ഫീവർ, കൺഫ്യൂഷൻ, ഹെഡേക്ക്, മസിൽ പെയിൻ എന്നീ സിംറ്റംസ് എല്ലാം നമ്മൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യും. ഇത് പിന്നീട് കൂടുകയും റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായം നമുക്ക് ആവശ്യമായി വരുന്നു. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഥവാ CDC ആണ് കൊറോണ ഡിസീസും അതിന്റെ പ്രിവെൻഷനെയും പറ്റി ഗവേൺ ചെയ്യുന്ന ബോഡി. ഇവർ കുറെ ഗൈഡ് ലൈൻസും റൂൾസും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ പാലിക്കുന്നതുമായ കാര്യങ്ങളാണ്. നിലവിൽ കൊറോണ വൈറസിന് വാക്സിൻ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. ആളും തിരക്കുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, കൂട്ടം കൂടാതിരിക്കുക, നിൽക്കുമ്പോൾ 1 മീറ്റർ ഡിസ്റ്റൻസ് പാലിക്കുക. ഇതിനെല്ലാം പുറമെ പൊതു ചടങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. ജൂൺ 8 തൊട്ട് പള്ളികളും അമ്പലങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ തുറക്കുകയാണ്. നമ്മുടെ ജീവിതമെല്ലാം പഴയ ശൈലിയിലേക്ക് തിരികെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ വേണം നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ കേരളം, രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളം. പക്ഷേ ഇന്ന് കേരളത്തിൽ രോഗികളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം 100-നടുത്ത് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട്. കേരളത്തിൽ കോവിഡിന്റെ 2ാമത്തെ തിര അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ കാര്യം എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അശ്രദ്ധകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ കാര്യം. നമ്മളേവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുകയും പൊതു ചടങ്ങളിൽ നിന്നും വേദികളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ സമൂഹ വ്യാപനം നമുക്ക് തടയാൻ സാധിക്കും. ഇതിനൊക്കെ എന്നൊരു അന്ത്യം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ വാക്സിനേഷൻ കണ്ടുപിടിക്കാതെ ഒരു അന്ത്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. വാക്സിനേഷനെ പറ്റിയും വാക്സിനേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ പറ്റിയും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. കൊറോണ വൈറസിനെ പൂർണ്ണമായി അകറ്റുന്നിടം വരെയും വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നിടം വരെയും നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സാനിറ്റൈസറും മാസ്കും ഗ്ലൗസും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ പാർട്ടാക്കി മാറ്റുക. ഈ വീഡിയോയിൽ നിന്ന് പുതിയതായി അറിയാൻ സാധിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ കാണുവാനും അറിവുകൾ സമ്പാദിക്കാനുമായി ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ സാക് സൈനിങ് ഔട്ട് ഫ്രം സാക് വ്ലോഗ്സ്.